ഹായ് ഹലോ. ഇന്നലെ രാത്രിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിനൊരേ വാശിയായിരുന്നു. ജ്യൂസ് അടിച്ച് കൊടുത്തപ്പോഴാവട്ടെ അവനതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ജ്യൂസ് അടിച്ചത് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിലേക്ക് കോൺഫ്ലവറും പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തു. അതിനിടയിലുള്ള ഡാൻസാണിത്. എപ്പോൾ ഫോണെടുത്ത് വീഡിയോ എടുക്കണ കണ്ടാൽ അപ്പോൾ ഇതുപോലെ വന്നിരുന്ന് ഡാൻസ് കളിക്കൊക്കെയുള്ള ആളുടെ പണി. സംഭവം എന്തായാലും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്. ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുഡിങ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റൊന്നും പറയാൻ പറ്റില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു മധുരത്തിന് വേണ്ടി കഴിക്കാം. പുഡിങ്ങൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാം. ചോറും ബീറ്റ്റൂട്ട് തോരനും ഒക്കെ ഇരിപ്പുണ്ട്. ഇനി ചാറിനായിട്ട് കുറച്ച് പരിപ്പ് കറി മാത്രം വെച്ചാൽ മതി. പരിപ്പ് വേകാനുള്ള വെള്ളവും ഉപ്പും 2 പച്ചമുളകും കീറിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ ഒരു 2-3 വിസിലടിക്കുമ്പോൾ തന്നെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷേ എൻ്റെ കുക്കർ കേടായിട്ടുള്ളതുകൊണ്ട് ഈ അടുപ്പിൽ വെച്ച് വേവിക്കുകയെന്ന് വറുത്തുള്ളൂ. പരിപ്പ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അരപ്പും ചേർത്ത് കടുകും കൂടി വറുത്ത് കഴിയുമ്പോൾ പരിപ്പ് കറി റെഡിയായി. ഇനിയിപ്പോൾ ചോറും പരിപ്പും ബീറ്റ്റൂട്ട് തോരനും നെല്ലിക്ക അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് ഉച്ചത്തേക്ക് ചോറ് കഴിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.